ജനുവരി 3-നാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷ വിധിച്ചത്. 2 ദിവസത്തിനു ശേഷം പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ നടപടികൾ പൂർത്തിയാക്കി 1 മാസം തികയും മുമ്പാണ് 8-ാം പ്രതി സുബീഷ് വെളുത്തോളി, 15-ാം പ്രതി വിഷ്ണു സുര എന്ന സുരേന്ദ്രൻ എന്നിവർ പരോളിനായി ജയിൽ സൂപ്രണ്ടിനെ അപേക്ഷ നൽകിയത്. ഇതിന് പിന്നാലെ സൂപ്രണ്ട് റിപ്പോർട്ട് തേടുകയും ചെയ്തു. പുതിയ നീക്കത്തിന് പിന്നിൽ CPM-ലെ ഉന്നത നേതാക്കളുണ്ടെന്നാണ് കൃപേഷിന്റെ കുടുംബത്തിന്റെ ആരോപണം. ഇവർക്ക് എല്ലാവർക്കും പെരോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പരിപാടി. ഈ ഗവൺമെൻറ് കേരളത്തോട് ജനങ്ങളടുത്ത് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് നമുക്ക് ഒന്നും മനസ്സിലാകില്ല. ഈ കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണെന്ന് ശരത് ലാലിന്റെ കുടുംബവും പറഞ്ഞു. പി ജയരാജൻ ഇവരെ ജയിലിലേക്ക് ആനയിക്കുന്നത് കണ്ടല്ലോ. അയാൾ അതിന് ഉപദേശക സമിതി അംഗമാണല്ലോ പി ജയരാജൻ, കണ്ണൂർ. അപ്പോൾ അതുപോലുള്ള ആൾക്കാരല്ലേ ഈ ഭരിക്കുന്ന ആൾക്കാരെല്ലാം ഒത്താശയോട് കൂടി കാണുന്നല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. ഏകഛത്രാപതി പോലെ ഭരിക്കുന്ന ആളുകൾ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ സാധാരണമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. ഇതൊക്കെ നടക്കും ഇവിടെ. CPM ഭരിക്കുമ്പോൾ നടന്നിരിക്കുന്ന ഒരുപാട് കൊലപാതകത്തിൻ്റെ അകത്തുള്ള എത്രയോ പ്രതികൾ ജയിലിൽ തടവുകാരനല്ല, ജയിലിൽ സൂപ്രണ്ടാണ്. പ്രതികൾ ജാമ്യത്തിലിറങ്ങിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് വൈകിപ്പിക്കാനാണ് ബേക്കൽ പോലീസിന്റെ നീക്കം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.